ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഡിന്നറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എഗ്ഗ് കറിയും പത്തിരിൻ്റെ റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു എഗ്ഗ് കറി നല്ല ടേസ്റ്റാണ്. ഇത് ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളി, നല്ലൊരു ടേസ്റ്റുള്ള ഒരു എഗ്ഗ് കറിയാണ്, മുട്ട കറിയാണ്. അപ്പോൾ ഈ മുട്ട വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കിയിട്ടെടുക്കാം. നല്ലൊരു പത്തിരിന് നല്ല കോമ്പറ്റീഷനുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 3 കപ്പ് പത്തിരി പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങനല്ല ഉണ്ടാക്കുന്ന പത്തിരി, കേരളത്തെ പത്തിരാണിത്. പിന്നെ ഞാൻ 3 കപ്പ് പത്തിരി പൊടി എടുത്തു. അരിപ്പൊടി, പച്ചരിപ്പൊടിയാണിത്, വറുത്ത പച്ചരിപ്പൊടി. പിന്നെ ഞാൻ 3 കപ്പ് അരിപ്പൊടിക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ വെച്ചു. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു. പിന്നെ ഇത് ഞാൻ ചൂടോട് കൂടി അടച്ചു വെച്ചു. 10-15 മിനിറ്റ് അടച്ചു വെച്ചു. ഇതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മുട്ടക്കറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുത്തു. കാഷ്നട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ള കസ്കസ് ഇട്ട് കൊടുത്തു. കാഷ്നട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കസ്കസ് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുത്തു. ഒന്നുകൂടി റോസ്റ്റാക്കി എടുത്താൽ മതി. ഈ അണ്ടിപ്പരിപ്പ് റോസ്റ്റായതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഇതിന് കൂടുതൽ റോസ്റ്റാക്കി എടുക്കാൻ പറ്റില്ല, ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നാൽ മതി. റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ഒന്നുകൂടി ചൂടായിട്ട് കിട്ടിയാൽ മതി. കൂടുതലൊന്നും വറുത്തെടുക്കാൻ പറ്റില്ല, അപ്പം നമ്മൾ കറിൻ്റെ ഒരു ടേസ്റ്റ് പോകും കൂടുതൽ വറുത്താൽ. അപ്പം നമ്മളിത് ഒന്നുകൂടി വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കടുകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ നേരെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഫ്രൈ ആക്കി എടുക്കണം. ബ്രൗൺ കളർ വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 ഞാൻ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. വട്ടൽമുളകൊന്നും ചേർത്ത് കൊടുക്കാതെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി, നമുക്ക് എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഇതിവിടെ വറുത്ത് വെച്ച് തേങ്ങയ്ക്ക് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പിങ്ക് സാൾട്ടാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. പിങ്ക് സാൾട്ട് നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. പിന്നെ ഞാൻ ആ മസാല അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു.
പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ മുട്ട ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. ഞാൻ ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷമാണ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് മുട്ടയ്ക്ക് തിന്നാനായിട്ട്. ഞാനിവിടെ 5 മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ട എപ്പോഴും ശ്രദ്ധിക്കേണ്ട, കാരണം മുട്ട ഞങ്ങൾ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കയറൊന്നും ഇടാതെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം മുട്ട. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്, മുട്ടയ്ക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്പൂണ് കൊണ്ടൊന്ന് അടിമേൽ വറക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചട്ടക ഇട്ടിട്ട് ഒന്നുകൂടി ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എല്ലാം മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ അടച്ചു വെച്ചു. പിന്നെ ഞാനിവിടെ പത്തിരി ഉണ്ടാക്കാണ്. പത്തിരിൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അപ്പം ഞാൻ പത്തിരിൻ്റെ ബൗലൊക്കെ ഒരു പ്ലേറ്റിലാക്കി വെക്കുന്നുണ്ട്. ഇതിനെ പെട്ടെന്ന് പരത്തി കൊടുക്കും. പിന്നെ പത്തിരെല്ലാം പരത്തിയെടുത്ത് വെച്ചു. പത്തിരെല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ മുട്ടക്കറിയും പത്തിരാണ് ഉണ്ടാക്കിയത്. ഡിന്നറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ. അപ്പോൾ മുട്ടക്കറി ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.